ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ വീക്കെൻഡ് പ്രൊമോ റിവ്യൂയിലേക്ക് സ്വാഗതം കേട്ടോ. നമ്മളെല്ലാവരും കാത്തിരുന്ന വീക്കെൻഡ് പ്രൊമോ എത്തിയിട്ടുണ്ട്. മഹേഷിന്റെ അപകടം തന്നെയാണ് ഹൈലൈറ്റ് ആയിട്ട് കാണിച്ചിരിക്കുന്നത്. അങ്ങനെ ആദ്യം ക്ലാസ്സിൽ പോകുമ്പോഴേക്കും നീ സ്കൂളിൽ പോകണ്ടടാ, നീ ഇവിടുത്തെ വീട്ടുപണി ചെയ്താൽ മതി എന്നൊക്കെ പറഞ്ഞിട്ട് ആകാശം ഒച്ചപ്പാടും ബഹളം ഉണ്ടാക്കാട്ടോ. അപ്പോ നമ്മുടെ സുമിത പറയുന്നുണ്ട്, മോനെ നീ ആകാശങ്ങൾ നിന്നെ പിടിച്ച് തള്ളിയ കാര്യം വേറെ ആർക്കെങ്കിലും പറഞ്ഞായിരുന്നോ? ഇല്ല. അത് പറയുമ്പോഴേക്കും രചന പറയുന്നുണ്ട്, മോനെ നീ ചിപ്പിലെടുത്ത് എന്തിനും പറഞ്ഞോ? ഇല്ല, ഞാൻ നിലത്ത് വീണ് നെറ്റി പൊട്ടിയെന്നാ പറഞ്ഞത് എന്ന് പറയുമ്പോ ആകാശ് പറയുന്നുണ്ട്, ശേ മുഖത്ത് നോക്കി കള്ളം പറയുന്നോടാ എന്ന് പറയുമ്പോഴേക്കും സുമിത പറയുന്നുണ്ട്, നിന്നെ ആകാശ് പിടിച്ച് തള്ളി എന്നൊക്കെ പറഞ്ഞിട്ട് മഹേഷ് ഇന്നലെ രാത്രി ആകാശിനെ പെരുമാറിയതായത് എന്ന് പറയുമ്പോ ആദ്യക്ക് ചെറിയ ചിരി വരുവാട്ടോ. അപ്പോഴൊക്കെ ആകാശ് പറയുന്നുണ്ട്, ഞാൻ കുറച്ച് ഫിറ്റ് ആയി പോയി, അല്ലെങ്കിലേ എന്റെ അടുത്ത് മുട്ടാനായിട്ടൊന്നും മഹേഷ് വളർന്നിട്ടില്ല എന്ന് പറയുമ്പോ പുച്ഛത്തോടെ ആദ്യം അത് കേൾക്കുന്ന ഭാഗത്തോടെയാണ് നമ്മുടെ ഇന്നലത്തെ എപ്പിസോഡ് തീർന്നു കേട്ടോ. അങ്ങനെ ആദ്യം പറയണ്ട്, നിങ്ങൾ ഫിറ്റ് ആണെങ്കിലും ഫിറ്റ് അല്ലെങ്കിലും എന്റെ ഡാഡിയായിട്ട് മുട്ടാൻ നിങ്ങൾക്ക് ഒരിക്കലും സാധിക്കില്ല എന്ന് പറയുന്നത്. കാരണം നിങ്ങളുടെ ഈ തടിയുണ്ടല്ലോ വെള്ളം അടിച്ചും അതുപോലെ തന്നെ പല പണിക്ക് പോയിട്ട് മയക്കുമരുന്നൊക്കെ ഉപയോഗിച്ചിട്ട് വണ്ണം വെച്ച് തടിയാ നിങ്ങളുടെ. പക്ഷെ എന്റെ ഡാഡിയുടെ അങ്ങനെയല്ല, നല്ല കൊടുത്തും വാങ്ങിയും അതുപോലെ തന്നെ ചെറുപ്പത്തിലെ അധ്വാനിച്ച് കഷ്ടപ്പെട്ട മര്യാദക്ക് അധ്വാനിച്ച് ജീവിച്ച തടി അത്. അതുകൊണ്ട് എന്റെ ഡാഡിനെ തോൽപ്പിക്കാൻ നിങ്ങൾക്ക് ഒരിക്കലും സാധിക്കില്ല. എന്തു പറഞ്ഞൂടാ, നീ ബാഗ് താടാ എന്ന് പറഞ്ഞിട്ട് ആതിര കയ്യിൽ നിന്ന് ബാഗ് വലിച്ചൂരാണ്. ആ സമയത്ത് രചന പറയണ്ട്, ആകാശ് എന്തീ കാണിക്കണത്? നിന്റെ മോനെ ഇനി സ്കൂളിൽ പോണ്ട, എന്റെ ചിലവില് അവൻ പഠിക്കണ്ട എന്ന് പറയുമ്പോ സുമിത പറയണ്ട, ആകാശ് വേണ്ട വിട്, അവൻ ക്ലാസ്സിൽ പോയിക്കോട്ടെ എന്ന് പറയാണ്. ആ സുമിത പറഞ്ഞോണ്ട് ഓക്കെ എന്ന് പറയുമ്പോഴേക്കും ആദ്യം പറയണ്ട്, അങ്ങനെ ആരും പറഞ്ഞിട്ട് എനിക്ക് വേണ്ടി ആരും വക്കാലത്ത് പറയണ്ട, ഞാൻ ക്ലാസ്സിൽ പോകുന്നില്ല പോരെ എന്ന് പറഞ്ഞിട്ട് ആദ്യം അങ്ങോട്ടേക്ക് കേറി പോവാട്ടോ. അതിനുശേഷമാണെങ്കിൽ രചനയുടെ മൊബൈലിലേക്ക് മനസ്വിനി വിളിക്കുകയാണ്. ഹലോ രചന. എന്താ ആന്റി, എനിക്ക് നിന്നെ അത്യാവശ്യമായിട്ടൊന്ന് കാണണമല്ലോ. അത് ഞാൻ കുറച്ച് തിരക്കാണല്ലോ ആന്റി, പ്ലീസ് രചന, വളരെ അത്യാവശ്യമാണ്, അതുകൊണ്ടാണ് എന്ന് പറയാണ്. ശരിയെന്ന് പറഞ്ഞിട്ട് രചന മനസ്സിനെ കാണാൻ പോകുന്നുണ്ട്. അപ്പൊ മനസ്സിനെ ഇങ്ങനെ രചനയെ കാണുമ്പോ ചോദിക്കണ്ടേ, അല്ല സാധാരണ നീ എന്നെ ഒരുപാട് പ്രാവശ്യം വിളിക്കാറുണ്ട്, ഇഷിതയുടെ കാര്യത്തിൽ നിനക്ക് വല്ലാത്ത ടെൻഷനൊക്കെ ഉണ്ടാവാറുണ്ട്, ഇഷിതയും മഹേഷും ഒന്നാവരുത് നീ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷെ ഇപ്പൊ 2 ദിവസമായിട്ട് നിന്റെ അടുത്ത് കുറിച്ചൊരു ഒരു വിളിയില്ല, ഒരു സംസാരവും ഇല്ല. നിനക്ക് എന്താ ഇഷിത അടുത്തുള്ള ദേഷ്യമൊക്കെ മാറിയോ? അതോ മഹേഷിനെ പൂർണ്ണമായിട്ടും ഇഷിതൊക്കെ നീ വിട്ടുകൊടുത്തോ എന്ന് ചോദിക്കുകയാണ്. നിനക്ക് എന്ത് പറ്റി രചന, എന്താ കാര്യം എന്നൊക്കെ ചോദിക്കുമ്പോ രചന മനസ്സിൽ വിചാരിക്കുകയാണ്, എന്റെ മനസ്സിനെ നിങ്ങൾക്ക് ഇഷിത പ്രസവിക്കരുത് മാത്രമേ ഉള്ളൂ, പക്ഷെ എനിക്ക് ഇഷിത എന്നേക്കുമായി പൂർണ്ണമായി ഒഴിവാവണമെന്നാണ്. അതിന് എനിക്കിപ്പോ സുമിതയുണ്ട് കൂട്ട് എന്നൊക്കെ രചന മനസ്സിൽ വിചാരിക്കട്ടെ. അപ്പൊ മനസ്സിൽ ചോദിക്കണ്ടേ, എന്താ രചന, എന്താ നീ ആലോചിക്കണത്? ഒന്നുമില്ല ആന്റി, എനിക്കിപ്പോ വീട്ടില് കുറച്ച് പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്, അപ്പൊ അതിന്റെ പുറകെ പോയതുകൊണ്ടാ ഇഷിതയുടെ കാര്യം ഞാൻ വിട്ടുകളഞ്ഞത്. പിന്നെ ഞാനും വിചാരിച്ചു, ഇഷിതയായിട്ട് എന്തിനാ പിണങ്ങണത്, അവരെന്തെങ്കിലും ജീവിച്ചോട്ടെ, ഞാൻ എന്റെ മോന്റെ കാര്യം നോക്കി ജീവിക്കാന്ന് വിചാരിച്ചു എന്ന് പറയുമ്പോ മനസ്സിൽ പറയണ്ട്, രചന തന്നെയാണോ ഇതൊക്കെ പറയണത്? എനിക്കറിയാവുന്ന രചനക്ക് ഇതുപോലെ മാറാൻ സാധിക്കില്ല എന്ന് മനസ്സിന് പറയുമ്പോ രചന പറയണ്ട്, ഒരാളെ നന്നാവാനും നിങ്ങൾ സമ്മതിക്കില്ലേ എന്ന് പറഞ്ഞിട്ട് രചന അവിടുന്ന് പോകുവാട്ടോ. മനസ്സിൽ വിചാരിക്കാണ്, രചനയല്ലേ മോള്, മനസ്സിൽ വേറെ എന്തോ ദുരുദ്ദേശമുണ്ട്, അത് പറയാതിരിക്കാവള് കള്ളി, പഠിച്ച കള്ളി എന്ന് പറഞ്ഞിട്ട് മനസ്സിനെ അവിടുന്ന് പോകുന്നുണ്ട് കേട്ടോ. ശേഷം ആകാശ് പുറത്തേക്ക് പോകുമ്പോഴേക്കും സുമിത പറയുന്നുണ്ട്, രചന നമുക്കൊന്ന് പുറത്തു വരെ പോകാം, ഒരാളെ കാണാനുണ്ട്. ആരെയാ? അല്ല അതൊക്കെ പുറത്തു വെച്ച് സംസാരിക്കാം, ഇവിടെ സംസാരിച്ചാൽ ശരിയാവില്ല എന്ന് പറയാണ്. അപ്പൊ ആദ്യം ഇവരുടെ സംസാരമൊക്കെ ഇങ്ങനെ ശ്രദ്ധിക്കുന്നുണ്ട് കേട്ടോ. ശേഷം രചനയെ കൂട്ടിക്കൊണ്ട് സുമിത ഒരു വാടക ഗുണ്ടനെ കാണാൻ വേണ്ടി പോയിരിക്കാട്ടോ. അപ്പൊ ഗുണ്ടന്റെ അടുത്തെത്തുമ്പോഴേക്കും രചന എടുത്ത് പറയണ്ട് സുമിത, രചന ദേ ഇതാണ് ഞാൻ പറഞ്ഞ ആള്, ഇഷിതേനെ ഇല്ലാതാക്കാൻ വേണ്ടി പോകുന്ന ആള്, നമ്മുടെ ഇഷിതയുടെ കാലൻ എന്ന് പറയാണ്. രചന പറയണ്ട്, ഞങ്ങൾ പറയണ പോലെ തന്നെ വേണം ചെയ്യാനായിട്ട്, അതായത് കാണുമ്പോൾ ആക്സിഡന്റ് ആണെന്നേ മറ്റുള്ളവർക്ക് തോന്നാവൂ, ഒരിക്കലും അതൊരു മനഃപൂർവ്വം ഇടിച്ച കൊലപാതകമാണെന്ന് ആർക്കും മനസ്സിലാവരുത്. മാഡം നിങ്ങൾക്ക് എന്നെ കുറിച്ച് ശരിക്കും അറിയാനിട്ടാണ്, ഞാൻ അങ്ങനത്തെ ഒരു പിടിയും ആർക്കും കൊടുക്കില്ല, കണ്ടു കഴിഞ്ഞാൽ പക്ക ആക്സിഡന്റ് ആകുന്ന രീതിയിൽ തന്നെയായിരിക്കും സംഭവം ഞാൻ കൈകാര്യം ചെയ്യണത്. ശരി, എന്നാൽ ഇതാ ഒരു ടോക്കൺ അഡ്വാൻസ് എന്ന് പറഞ്ഞിട്ട് കുറച്ചധികം പണം തന്നെ രചന കൊടുക്കുന്നുണ്ട്. അതിൽ കുറച്ച് പണം സുമിത കൊടുക്കാട്ടോ, കാരണം രചനയുടെ കൂടെ ഇപ്പൊ നിന്ന് കഴിഞ്ഞാൽ സുമിതക്കും നേട്ടം ഉണ്ടാവുമെന്ന് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് അങ്ങനെ ആ പണം മേടിച്ചിട്ട് ആ വാടക കൊണ്ട് പറയുന്നുണ്ട്, മേഡം ഒന്നും കൊണ്ട് പേടിക്കണ്ട, നാളെ രാവിലെ ആവുമ്പോഴേക്കും ഇഷിത എന്ന് പറഞ്ഞ ആള് ഈ ഭൂലോകത്ത് ഉണ്ടാവില്ല എന്ന് പറഞ്ഞിട്ട് ആ പണമായിട്ട് ആ ഗുണ്ട പോവാണ്. രചന ചില ടെൻഷനോട് കൂടി സുമിത എടുത്ത് ചോദിക്കണ്ട്, ഇത് വർക്കൗട്ട് ആവോ അതോ പാളിപ്പോവോ? ഒരു കുഴപ്പമില്ല, നീ ഒന്നും കൊണ്ട് ടെൻഷൻ ആവണ്ട, ഇത് ഓക്കെ ആകും എന്ന് പറയാണ്. രചനക്കും സമാധാനാവാണ്. അപ്പോ എന്റെ മഹേഷിനെ എനിക്ക് വീണ്ടും കിട്ടാൻ പോകുക എന്നൊക്കെ പറഞ്ഞിട്ട് രചന ഭയങ്കര സന്തോഷത്തിലാട്ടോ. അതിനുശേഷം കാണിക്കുന്ന ഇഷിതനെയും മഹേഷിനെയാണ്. ഇഷിത നേരത്തെ തന്നെ ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങിയിരിക്കാട്ടോ. അപ്പൊ മഹേഷ് ഇഷിതനെ പിക്ക് ചെയ്യാൻ വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. നമുക്കൊന്ന്
നമുക്കൊന്ന് ബീച്ചിലൊക്കെ പോയിരുന്നാലോടോ? അതിനെന്താ, പോകാലോ എന്ന് പറയാണ്. രണ്ടുപേരും കൂടി ബീച്ചിലേക്ക് പോയിരിക്കാട്ടോ. ഇഷിത മഹേഷിനോട് പറയണ്ട്, മഹേഷ്, എനിക്കെന്തോ വല്ലാത്തൊരു മനസ്സിന് ഒരു സമാധാനം പോലെ. സമാധാനമോ? അതെന്തു പറ്റിയടോ? അപ്പൊ തനിക്ക് ഇത്ര നാള് സമാധാനം ഒന്നും ഉണ്ടായിരുന്നില്ലേ? മഹേഷ്, ഞാൻ അതല്ലോ ഉദ്ദേശിച്ചത്. മനസ്സിനെന്തോ വല്ലാത്തൊരു കുളിർമ പോലെ. എന്തോ നമ്മൾ തമ്മിലുള്ള എല്ലാം ഒരു മറയുണ്ടായിരുന്നല്ലോ, നമ്മുടെ രണ്ടുപേരും നടുക്ക് ഒരു മറയുണ്ടായല്ലോ, അതിപ്പോ പൂർണ്ണമായിട്ട് പോയ പോലെ തോന്നുക. ഞാൻ മഹേഷിന്റെ മാത്രമായിരുന്നു ഒരു തോന്നൽ തോന്നുക. അത് തോന്നല് മാത്രം ആക്കിയാൽ മതിയോ? നമുക്ക് ഒന്നാവണ്ടേ എന്ന് മഹേഷ് പറയുമ്പോ ഇഷിത പറയണ്ട്, അതിനല്ലേ നമ്മൾ ട്രിപ്പ് വെച്ചിരിക്കുന്നത്. അതെന്താണോ വീട്ടിൽ വെച്ച് നമുക്ക് ഒന്നാവാൻ സാധിക്കാത്തത് എന്ന് മഹേഷ് ചോദിക്കുമ്പോ ഇഷിത പറയണ്ട്, അത് വേറൊന്നുമല്ല മഹേഷ്, നമ്മളിത് ആദ്യമുദീപത്തിലെ ഒരു ജീവിതം തുടങ്ങുവാണെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. നമ്മളിപ്പോ ആദ്യം അങ്ങനെയല്ലായിരുന്നല്ലോ. അപ്പൊ നമുക്ക് രണ്ടുപേർക്കും ചെറിയൊരു ചമ്മലുണ്ട്. പിന്നെ വീട്ടിലായതുകൊണ്ട് പ്രത്യേകം ചമ്മല് കൂടുതലാ. അതിനാണ് ഈ പുറത്തൊരു ട്രിപ്പ് പ്ലാൻ ചെയ്യുന്നത്. അപ്പൊ നമുക്ക് പുറത്തുനിന്നാകുമ്പോഴേക്കും ആ ഒരു പുതിയൊരു സ്ഥലവും അന്തരീക്ഷവും ഒക്കെ ആകുമ്പോഴേക്കും അത് ഓക്കെ ആയി പോയിക്കോളും. താൻ പറഞ്ഞു ശരിയാ. അപ്പോ നമുക്ക് അടിച്ചു പൊളിക്കാലേ? അതെ എന്ന് നിഷിതേ നാണത്തോടെ പറയാണ്. മഹേഷിന് സന്തോഷാവാട്ടോ. അല്ലടോ, നമ്മുടെ ട്രിപ്പിന് ആദ്യം വരാൻ ചാൻസ് ഉണ്ടാവോ? ഇല്ല മഹേഷ്, അവനെ വിളിക്കാന്ന് മാത്രമേ ഉള്ളൂ. അവൻ ഒരിക്കലും വരില്ല. ആദ്യയുടെ സ്വഭാവം മഹേഷിന് അറിയില്ലേ? അവൻ രചനനെ വിട്ടു ഒരിക്കലും എവിടെയും പോവില്ല. രചന ഇപ്പൊ എന്തൊക്കെ തെറ്റ് ചെയ്തെന്ന് പറഞ്ഞാലും ആദ്യം ഇട്ടേച്ചും പോകില്ല എന്നൊക്കെ പറയുന്നുണ്ട്. മഹേഷിന് അത് സങ്കടം ആവുന്നുണ്ട് കേട്ടോ. ശേഷം ഇഷിതയുടെ വണ്ടിയാന്ന് വിചാരിച്ചിട്ട് മഹേഷിനാണ് ആ ഒരു ആക്സിഡന്റ് പറ്റുന്നത്. കാരണം മഹേഷിന്റെ വണ്ടി സർവീസിന് കൊടുത്തത് കൊണ്ട് തന്നെ ഇഷിതയുടെ കാറായിട്ടാണ് മഹേഷ് പുറത്തേക്ക് ഇറങ്ങുന്നത് കേട്ടോ. അത് ഇഷിതയാണ് ഡ്രൈവ് ചെയ്യുന്ന വിചാരിച്ചിട്ട് ആ വാടക കൊണ്ട് മഹേഷിനെ ഇടിച്ച് തെറിപ്പിക്കുകയാണ്. സത്യം പറഞ്ഞാൽ മഹേഷ് മരിച്ചു എന്ന രീതിയിൽ തന്നെയാണ് ഡോക്ടർമാരൊക്കെ വിധി എഴുതുന്നത്. ഇനി ഒന്നും ചെയ്യാനില്ല, ഞങ്ങൾക്ക് അറിയിക്കേണ്ടവരെയൊക്കെ അറിയിച്ചോളൂ എന്ന് ഡോക്ടർമാര് പറയാണ്. എല്ലാവരും പൊട്ടിക്കരയാട്ടോ. ഇഷിതക്കാണെങ്കിൽ എന്ത് ചെയ്യണോന്ന് അറിയില്ല. രചനയും ഒരു മൂലക്ക് കുറ്റബോധവും നിറഞ്ഞ് ആകെ വിഷമത്തിൽ രചനയും കരയുന്നുണ്ട്. ആദിക്ക് ചില സംശയങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ ആദി രചനയുടെ അടുത്ത് അതിനെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട്. അമ്മേ, ആ ഡാഡി നന്നായിട്ട് ഡ്രൈവ് ചെയ്യുന്ന ഒരാളാണ്. ഡാഡിക്ക് ഇങ്ങനെ സംഭവിച്ചത് എന്താ അമ്മേ? മമ്മി, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ? എന്താ മോനെ? മമ്മി എങ്ങാനും ഇതിന് പിന്നിലുണ്ടോ? മോനെ, നിനക്ക് തോന്നുന്നുണ്ടോ നിന്റെ ഡാഡിനെ മമ്മി ഇല്ലാതാക്കുമെന്ന്? ഡാഡിനെ അല്ല, ഇഷിതാമനെ എങ്ങാനും ഇല്ലാതാക്കാൻ നോക്കിയതോ മമ്മി? സത്യം പറ, ഞാൻ പലപ്പോഴായിട്ട് മമ്മിയുടെയും സുമിതാന്റിയുടെ സംസാരമൊക്കെ കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് ചോദിക്കണതാ. ഇല്ല മോനെ, എനിക്ക് അങ്ങനത്തെ ഒരു ഉദ്ദേശമില്ല. അങ്ങനെ മോന്റെ മമ്മിക്ക് അങ്ങനെ ഇഷിതനെ കൊല്ലണോന്നാണെങ്കിൽ നേരത്തെ ചെയ്യാറുന്നല്ലോ. മോനെ, നീ ഇങ്ങനൊന്നും ആരുടെ മുമ്പിൽ പറയില്ലേ? എല്ലാവരും എന്നെ സംശയിക്കും. ഞാൻ ചോദിച്ചെന്നേ ഉള്ളൂ എന്നൊക്കെ ആദി പറയുന്നുണ്ട്. പക്ഷെ ആദിക്ക് നല്ല സംശയം കേട്ടോ ഈ സുമിതേനെ. പിന്നെ സുമിതനെ പിടിച്ച രചനയും കുടുങ്ങുമല്ലോ. അതുകൊണ്ട് തന്നെ ഇഷിതയെടുത്ത് പക്ഷെ ആദിക്ക് കള്ളം പറയാൻ സാധിക്കില്ല. അതുകൊണ്ട് തന്നെ ഇഷിതയെടുത്ത് എല്ലാ സത്യങ്ങളും ആദ്യം തുറന്നു പറയോട്ടെ. തനിക്കുണ്ടായ സംശയങ്ങളും മഹേഷിന്റെ ആക്സിഡന്റിനെ കുറിച്ചും എല്ലാം ആദ്യം തുറന്നു പറയും. രചന പൊട്ടിക്കരയുന്ന ഭാഗങ്ങളും പ്രൊമോയില് കാണിക്കുന്നുണ്ട്. അയ്യോ, തനിക്ക് വലിയൊരു അബദ്ധം പറ്റിയേ, തന്റെ മഹേഷാണല്ലോ ആ കെണി കൊണ്ടതെന്ന് ആലോചിച്ച് പൊട്ടിക്കരയുന്നുണ്ട്. ഇഷിതടുത്ത് ഡോക്ടർ കാര്യമായിട്ട് എന്തോ പറയുന്നുണ്ട് കേട്ടോ. വേറൊന്നുമല്ല, ഇഷിതയുടെ മുഖമൊക്കെ മാറിയിട്ട് പഴയ കാര്യങ്ങളൊക്കെ ആലോചിച്ചിട്ട് അവിടെ അങ്ങോട്ട് തളർന്ന് വീഴാണ് ആള്. എന്തായാലും മഹേഷിന്റെ ജീവന് ആപത്തുള്ള എന്തോ ഒരു സംഭവം തന്നെ നടന്നിരിക്കുന്നത്. അല്ലെങ്കിൽ ഈ ഒരു സീരിയലിന് വേണ്ടിയിട്ട് ആ നായകൻ തലമുട്ടയടിക്കില്ലല്ലോ. അപ്പൊ അത്ര വലിയൊരു ഇഞ്ചുറി നടന്നെന്നായിരിക്കും. ഇനി ഓർമ്മക്ക് ഇതിനും കുറവ് സംഭവിച്ചു ഇല്ലയോ എന്നുള്ളതൊക്കെ നമുക്ക് ഇനി വരുന്ന ആഴ്ചയിലെ എപ്പിസോഡ് കണ്ടാൽ മാത്രമേ മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ലേ. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം ഫ്രണ്ട്സ്. ടേക്ക് കെയർ. ബൈ ബൈ.